ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ 5th സെം ഓപ്പൺ കോഴ്സ് ആയ ഫണ്ടമെന്റൽസ് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ 4th മൊഡ്യൂള് ഇൻഷുറൻസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. Since insurance is a contract, all the elements of a general contract and special contract relating to insurance must be fulfilled. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഒരു കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിന് വേണ്ട ജനറൽ കോൺട്രാക്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ കോൺട്രാക്ട് അതിന് വേണ്ട എല്ലാ എലമെന്റ്സും ഇൻഷുറൻസിനും വേണ്ടി വരും, ഫുൾഫിൽ ചെയ്തിരിക്കണം. The elements of special contract relating to insurance are called principles of insurance. ഇൻഷുറൻസിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ എലമെന്റ്സ് ഉണ്ട്, അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ 7 പ്രിൻസിപ്പിൾസ് ആണ് ഇൻഷുറൻസിനുള്ളത്. ഒന്നാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ. അങ്ങനെ 7 പ്രിൻസിപ്പിൾസ് ആണ് ഇൻഷുറൻസിനുള്ളത്. ആദ്യത്തേത് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇവിടെ പറയുന്നത് ബോത്ത് പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓർ റെലവന്റ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഇൻഷുറൻസ് കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടിയും, ബോത്ത് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പാർട്ടിയാണ് ഇൻഷുറൻസിലുള്ളത്, ഇൻഷുർഡും ഇൻഷുററും. അപ്പൊ അവർ രണ്ടുപേരും എന്ത് ചെയ്യണം? മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റെലവന്റ് ഇൻഫർമേഷൻ. എല്ലാ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളും 2 പാർട്ടികളും ഡിസ്ക്ലോസ് ചെയ്യണം, വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇൻഷുറർ മസ്റ്റ് പ്രൊവൈഡ് ദ ഇൻഷുർഡ് complete, correct and clear information regarding terms and conditions of the contract. ഇൻഷുറർ ആണെങ്കിൽ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തുള്ള, അതായത് ഇൻഷുറൻസ് പോളിസിയിലുള്ള എല്ലാ ടേംസും കണ്ടീഷൻസും ക്ലിയർ ആയി കംപ്ലീറ്റ് ആയി കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻഷുർഡിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇൻഷുർഡ് must provide the insurer complete, correct and clear information about the subject matter. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ പോളിസി എടുക്കുന്ന ആള് സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ടുള്ള എല്ലാ കറക്റ്റ് ഡീറ്റെയിൽസും ഇൻഷുർഡിനും കൊടുത്തിരിക്കണം. അപ്പൊ ഇങ്ങനെ പരസ്പരം ഡിസ്ക്ലോസ് ചെയ്യണ കാര്യത്തിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അതായത് സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തിയിരിക്കണമെന്നാണ് ഈ പ്രിൻസിപ്പിളിന് പറയുന്നത്. അപ്പൊ ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഈസ് അപ്ലൈയിങ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്, policy holder must disclose his previous health problems to the insurance company. എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോളിസി ഹോൾഡർ അയാളുടെ പ്രീവിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഇൻഷുറൻസ് കമ്പനിയോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Both the parties of insurance contract must act honestly towards each other and not mislead or withhold critical information from one another. പിന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതായത് സത്യസന്ധമായി ഹോണസ്റ്റ്ലി ആയിരിക്കണം 2 പാർട്ടീസും എന്ത് ചെയ്യേണ്ടത്? പെരുമാറേണ്ടത്. നോട്ട് മിസ്ലീഡ് ഓർ വിത്ത്ഹോൾഡ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഫ്രം വൺ അനദർ. മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്ത് വെക്കരുത് ഓരോ പാർട്ടിയും. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഉത്തമ വിശ്വാസത്തിലായിരിക്കണം ഇവര് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടതെന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് മസ്റ്റ് പോസസ് ആൻ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്ജക്ട് മാറ്ററിനെ സംബന്ധിച്ച് ഇൻഷുർഡിന് ഒരു ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഈസ് ദ പെക്യൂണിയറി ഇൻട്രസ്റ്റ് whereby the policy holder is benefited by the existence of the subject matter of insurance. അപ്പൊ ഇവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറയേണ്ടത്, അതായത് പോളിസി ഹോൾഡർക്ക് ഉണ്ടായിരിക്കേണ്ട പെക്യൂണിയറി ഇൻട്രസ്റ്റിനെയാണ്. അതായത് ആ സബ്ജക്ട് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടും, അത് പെക്യൂണിയറി ഇൻട്രസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. പെക്യൂണിയറി മീൻസ് ഇൻ മോണിറ്ററി ടേംസ്, അയാൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ ആദായമാണ് ലഭിക്കുന്നത്, അതാണ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. In the case of life insurance, the insurable interest comes with the relation of the insurer with the person taking the insurance policy. അപ്പൊ ഇങ്ങനെ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിലാണെങ്കിൽ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റിലേഷൻ ഓഫ് ദി ഇൻഷുറർ വിത്ത് ദ പേഴ്സൺ ടേക്കിംഗ് ദി ഇൻഷുറൻസ് പോളിസി, അതായത് റിലേഷനിലുള്ള ആളായിരിക്കണം, എന്നാലാണ് അവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്
പറയാൻ പറ്റുള്ളൂ. അതായത് വഴിയെ പോണ ഒരാളുടെ പേരിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. നമ്മളുടെ നിയർ റിലേഷനിൽ ഇരിക്കണ ബ്ലഡ് റിലേഷനിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് കേസ് ഫയർ ഇൻഷുറൻസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ദി ഇൻഷുർഡ് മസ്റ്റ് സഫർ എ ഫിനാൻഷ്യൽ ലോസ് ഇഫ് ദ സബ്ജക്ട് മാറ്റർ ഈസ് ഡാമേജ്ഡ്. അതായത് സബ്ജക്ട് മാറ്റർ ഡാമേജ് ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസ് ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ആ സബ്ജക്ട് മാറ്ററിൽ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾ അവിടെ എന്ത് ചെയ്യണം, അയാളത് പ്രൂവ് ചെയ്യണം. അയാളുടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് അവിടെ പ്രൂവ് ചെയ്താലാണ് ഫയർ ഇൻഷുറൻസിൽ നമുക്ക് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് പറയണത്, സബ്ജക്ട് മാറ്ററിൽ അയാൾക്ക് എന്തെങ്കിലും ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിൽ അയാൾക്ക് ഏർപ്പെടാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, മേക്കിംഗ് ആൻ ഇൻഷുറൻസ് പോളിസി വിത്തൗട്ട് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഈസ് എ ഗാമ്പിൾ ആൻഡ് ഫ്രോഡ്. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഗാമ്പിൾ അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഇല്ലീഗൽ, ലോ ഡസൻ പെർമിറ്റ് ഫോർ ദ സെയിം. അപ്പൊ അത് ഇല്ലീഗൽ ആയിരിക്കും, നിയമം അതിനെ അനുവദിക്കുന്നില്ല. പറഞ്ഞില്ലോ, വഴി കൂടെ പോണ ഒരാളുടെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ട് അയാൾ മരണപ്പെട്ടാല് നമുക്ക് ഒന്നും കിട്ടില്ല, കാരണം നമുക്ക് അവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ ആളുടെ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് അത് നശിച്ചു പോയാലും നമുക്ക് അതിൽ നിന്ന് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടില്ല, കാരണം നമുക്ക് അവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിൽ ഏർപ്പെടാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിമിനിറ്റി. Indemnity in insurance means that the insurer has to make good the loss of the insured. അപ്പൊ ഇൻഡിമിനിറ്റി എന്ന് പറഞ്ഞാല് മറ്റു ലൈനാണ് പറയേണ്ടത്, ടു മേക്ക് ഗുഡ് ദ ലോസ്, അതിനെയാണ് ഇൻഡിമിനിറ്റി എന്ന് പറയുന്നത്. അതായത് ലോസ് അവിടെ നികത്തുക, ഇൻഷുർഡിന്റെ ലോസ് നികത്തുക, അതിനെയാണ് ഇൻഡിമിനിറ്റി എന്ന് മീൻ ചെയ്യണത്. The principle of indemnity asserts that on the happening of the loss, the insured shall be put back into the same financial position as he used to occupy immediately before the loss. അപ്പൊ അവിടെ ലോസ് ഉണ്ടാവണേക്കാളും മുമ്പ് അയാൾ ഏതൊരു പൊസിഷനിലായിരുന്നോ സെയിം ഫിനാൻഷ്യൽ പൊസിഷനിൽ അയാൾ എത്തിക്കുക, ഇതിനെയാണ് ഇൻഡിമിനിറ്റി എന്ന് പറയുന്നത്. The principle of indemnity says that only the actual value of the loss is compensated. അതായത് അയാൾക്ക് ലോസ് എന്തുണ്ടായിട്ടോ അതിന്റെ ആക്ച്വൽ ലോസ് മാത്രമേ കൊടുക്കുള്ളൂ, അതിൽ കൂടുതൽ അയാൾക്ക് ഇതില്ല ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല. അതുകൊണ്ടാണ് അതിന് ഇൻഡിമിനിറ്റി, മേക്ക് ഗുഡ് ദ ലോസ് എന്ന് പറയുന്നത്. ലോസ് അവിടെ നികത്തുക, അതിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, ഇൻഷുർഡിന് കൊടുക്കില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. Subrogation means stepping into the shoes of the other. അണ്ടർലൈൻ ചെയ്യാം, അതായത് മറ്റൊരാളുടെ ഷൂസ് അതിൽ സ്റ്റെപ്പ് ചെയ്യാന്നാണ് പറയുന്നത് ലൈൻ. In insurance, the insurer will step into the shoes of the insured and take over the asset for which the insurer has paid claim to the insured. ഇവിടെ ഇൻഷുറൻസിൽ എന്താ മീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഷുർഡിന്, അതായത് ഇൻഷുറർ, അതായത് പ്രോപ്പർട്ടി ഇപ്പൊ നശിച്ചു പോയാൽ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ആ ഇൻഷുർഡിന് എന്തൊക്കെ റൈറ്റ് ആ സെറ്റിൽമെൽ ഉണ്ടായിരുന്നോ ആ എല്ലാ റൈറ്റ്സും അവിടെ ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും പിന്നെ ഉണ്ടായിരിക്കുക. അതിനെയാണ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻഷുർഡ് അയാളെ ആക്ച്വലി ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സെറ്റിൽമെൽ എന്തൊക്കെ കാര്യം ചെയ്യായിരുന്നോ അതെല്ലാ റൈറ്റ് പിന്നെ ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. It means that insurer is entitled to all the rights and remedies of the insured in mitigating the loss once the insurer has paid the claim. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള എല്ലാ റെമഡീസും റൈറ്റ്സും പിന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് ആയിരിക്കും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. It is legal to take more than one policy against one loss and one interest in a property. അതായത് കോൺട്രിബ്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ എപ്പോഴാണ് വരികയെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിക്ക് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് പോളിസി എടുക്കാം. അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Principle of contribution refers to sharing of loss between co-insurers. ഇപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അതായത് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, അവരെ നമ്മൾ കോ ഇൻഷുറേഴ്സ് എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ ലോസ് ഷെയർ ചെയ്യുന്നതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. As per this principle, the insurer paying the claim has right over other insurers
to transfer part of his burden. എന്നുവെച്ചാല് ഇൻഷുർഡിന് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് ഇൻഷുറൻസിന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ആയിട്ട് വാങ്ങാം. The insurer who pays the claim first can ask all others to contribute. അപ്പൊ ആദ്യം കൊടുത്തിട്ടുള്ള ഇൻഷുറർ അയാൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, അപ്പൊ മറ്റുള്ളവരോട് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അയാൾക്ക് ആവശ്യപ്പെടാം. But the right arises only after paying the loss of the insured. പക്ഷെ ഈ റൈറ്റ് എപ്പോഴാ വരുന്നതെന്ന് വെച്ചാൽ ഇൻഷുർഡിന്റെ എല്ലാ ക്ലെയിമും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഷുറർക്ക്, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഒരു റൈറ്റ് ഉണ്ടാകാം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡബിൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിലാണ് അവിടെ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ വരുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ്. കോസ പ്രോക്സിമ കൂടി അറിയും. അതായത് പ്രോക്സിമേറ്റ് കോസ് is concerned with how the actual loss or damage happened to the insured party and whether it resulted from an insured peril. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ലോസ് സംഭവിക്കും. ഫയർ ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ പല റീസൺസ് ഉണ്ടായിരിക്കാം ഫയർ സംഭവിക്കാം. പക്ഷെ നമ്മൾ പെറിലായിട്ട് ഇൻഷുർഡ് പെറിൽ, അതായത് ഏത് അപകടത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഫയർ, എങ്ങനെ സംഭവിക്കുന്ന ഫയറിനാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്, അതിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. It looks for is the reason behind the loss. It is an insured peril or not. അപ്പൊ ഇൻഷുർഡ് പെറിൽ ആണോ അല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളത്. A property may be insured against some causes and not against all causes. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു കാരണത്തിനായിരിക്കും നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലാതെ എല്ലാ കോസസിനും നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. The principle of causa proxima means that when a loss is caused by more than one cause, the proximate cause should be taken into consideration to decide the liability of the insurer. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ടാണ് ലോസ് സംഭവിച്ചതെന്ന് വെച്ചാല് പ്രോക്സിമേറ്റ് കോസ് ആണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്, ആ ഇൻഷുറൻസിന്റെ പെറിലായിട്ട് കണക്കാക്കുന്നത്. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ്. അപ്പൊ ഏറ്റവും നിയറസ്റ്റ് കോസിനായിരിക്കും നമ്മൾ കാരണമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അതിന് ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഏഴാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ. This principle places duty on the insured to take all the possible steps to minimize the loss to the insured property on the happening of uncertain events like a fire or blast, etc. അതായത് സാധാരണ അയാള് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചു, ഒരു ഫയർ ഇൻഷുറൻസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അയാള് ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ അയാൾ എന്തൊക്കെ ആക്ഷൻ എടുക്കായിരുന്നു ആ പ്രോപ്പർട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാ സ്റ്റെപ്സും ഇൻഷുർഡ് എടുത്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ എന്ന് പറയുന്നത്. The insured is not supposed to neglect and irresponsibly behave during such events simply because of the reason that the property is insured. നമുക്കറിയാം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല. അയാൾ എല്ലാ സ്റ്റെപ്സും ലോസ് മിനിമൈസ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും അയാൾ എടുത്തിട്ടുണ്ടായിരിക്കണം. Hence, it is the responsibility of the insured to protect his insured property and avoid further losses. അപ്പൊ ഇൻഷുർഡിന്റെ ഒരു ഡ്യൂട്ടിയാണ് അയാളുടെ ഇൻഷുർഡ് പ്രോപ്പർട്ടീനെ തടഞ്ഞു നിർത്തി സംരക്ഷിക്കുക, ലോസിൽ നിന്ന് ഫർദർ ലോസിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണ്. ആ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ.